വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൽ പ്രിലിംസിൻ്റെ സിലബസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്രിലിംസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടൻസിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളിൽ അധികം പേരും BCom ബേസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലം ഈ അക്കൗണ്ടൻസിയും അതുപോലെയുള്ള BCom ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറച്ചൊരു നോളജ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മറ്റ് സബ്ജക്റ്റിൽ നിന്ന് വന്നവർക്ക് ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം അക്കൗണ്ടൻസി അവർ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ടൻസി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, ആദ്യമായിട്ട് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നത് പോലെയാണ് എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി ബേസ് ഉള്ളവരുണ്ടായിരിക്കും, ബേസ് ഇല്ലാത്തവരുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തന്നെ അക്കൗണ്ടൻസി ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഓരോ ടേംസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരിചയപ്പെട്ടു പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം +1 ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടൻസിയിൽ +1 ക്ലാസ്സുകാർ പഠിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് അക്കൗണ്ടൻസി പഠിച്ചു പോവാം. അതിനുശേഷം +2 വരുന്ന കാര്യങ്ങൾ പഠിക്കാം, പിന്നെ BCom ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടൻസിയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഡെഫിനിഷനാണ്, അല്ലേ? എന്താണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് അക്കൗണ്ടൻസി? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്, അല്ലേ? ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡയറി ആയിട്ട് സൂക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിലവാക്കുന്ന പണം ഓരോ ദിവസവും എത്ര എമൗണ്ട് നമ്മൾ ചിലവാക്കുന്നു എന്ന കാര്യമെല്ലാം വളരെ വ്യക്തമായി എഴുതി വെക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഓരോ ഡേറ്റാസ്, എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു, എത്ര എമൗണ്ടാണ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടും മെഡിസിന് വേണ്ടിയിട്ട് അതുപോലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എത്ര പണമാണ് ചിലവാക്കുന്നത്, ഇതെല്ലാം നല്ല രീതിയിൽ എഴുതി വെക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര എമൗണ്ടാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് എത്ര ചിലവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാഷ് മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം? അപ്പോൾ ഒരുപാട് പണം ചിലവാക്കുന്ന ആളുകളുണ്ടാവും, അല്ലേ? പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒരുപാട് പണം ചിലവാക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ അവിടെ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ വരുത്താൻ പറ്റും, അല്ലേ? ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ഇത്ര എമൗണ്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്, അടുത്ത ദിവസം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് കുറയുമ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫിനാൻഷ്യൽ കൺട്രോൾ വരുത്തണം, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എവിഡൻസ്, അല്ലേ? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പണം പെട്ടെന്ന് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കും ഈ പണമൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കൊരു എവിഡൻസ് ആണ്. ഇന്ന് നമ്മൾ എന്തിനായിരുന്നു ഒരു 500 റുപ്പീസ് ആണെങ്കിലും അത് നമ്മൾ എന്തിനായിരുന്നു ഇന്ന് ഉപയോഗിച്ചത്, അപ്പോൾ നമുക്കൊരു എവിഡൻസ് ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ് ഓൾസോ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, അതേപോലെ തന്നെ ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്?
ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലേ? വെറുതെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളല്ല എഴുതി വെക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യലായിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ടിനാണ് ആ ഗുഡ്സ് സെയിൽ ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്ത് വെക്കുക. ഒരു ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മളത് എൻട്രി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character ആയിരിക്കും, and interpreting the result thereof. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിലിംസിന് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻഫോർമേഷൻസ് ദാറ്റ് ആർ ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഇപ്പോൾ വെറുതെ നമ്മൾ അവിടെയും ഇവിടെയും വലിച്ചു വാരി എഴുതുകയല്ല ചെയ്യുന്നത്. ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് അടുത്തത് പറയുന്നത്. അപ്പോൾ അതിലാദ്യം വരുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഇൻ അക്കൗണ്ടിങ്. അപ്പം അക്കൗണ്ടിങ്ങിൽ നമുക്കിനി പഠിക്കാനുണ്ട്, നമ്മൾ ജേണലൈസ് ചെയ്യും. അപ്പം നമ്മളൊരു ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ജേണലൈസ് ചെയ്യും. അതിനുശേഷം നമ്മളത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഇത്ര റുപ്പീസ് ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് ടു രാമു, അപ്പോൾ 5000 റുപ്പീസിൻ്റെ സാധനം രാമുവിന് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് എൻട്രി ചെയ്ത് വെക്കും. ആദ്യം നമ്മളൊരു ജേണൽ എൻട്രി ഉണ്ടാക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഈ ജേണൽസ് നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ വരുന്നത്, റെക്കോർഡിംഗ്. സെക്കൻഡ് ഫങ്ഷൻ ഈസ് ക്ലാസിഫൈയിങ് മീൻസ് അറേഞ്ചിങ്, തരം തിരിക്കുക നമ്മൾ അല്ലേ. അപ്പം ഒരേപോലെയുള്ള ഡേറ്റാസിനെ നമ്മൾ ഒരുമിച്ച് എഴുതും. അപ്പം എല്ലാം കൂടി പരത്തി എഴുതാതെ നമ്മൾ അതിനെ തരം തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫൈയിങ് ഓഫ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് വരുന്നത് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാലുവേറ്റിംഗ് എന്നുള്ള മീനിങ് ആണ്. നമ്മളതെല്ലാം ഒന്ന് വിലയിരുത്തും അല്ലേ. നമുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ മിസ്റ്റേക്ക് വരും. ഫിനാൻഷ്യൽ ഇൻഫോർമേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റാസൊക്കെ സമ്മറൈസ് ചെയ്യും. ആൻഡ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ് ഓൾവേസ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. പണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, മണി റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഫങ്ഷൻ, ഇറ്റ് ആനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ആനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദ ഇൻഫോർമേഷൻ വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷനാണ് നെക്സ്റ്റ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റെലവൻറ്റ് ഇൻഫോർമേഷൻസ് ടു വേരിയസ് പാർട്ടീസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പം ആദ്യം എന്താണ് വരുന്നത്? റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്. പിന്നെ ക്ലാസിഫൈയിങ്, വി ആർ ക്ലാസിഫൈയിങ് ദ ഫിനാൻഷ്യൽ ഡാറ്റാസ് ഇൻ എ ലോജിക്കൽ മാനർ. പ്രോപ്പർ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ സമ്മറൈസിങ്. വി ആർ സമ്മറൈസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് ഇറ്റ് ഡീൽസ് ഓൾവേസ് വിത്ത് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദ financial transactions, that is transactions relating to money. Then it analyzes and interprets whether the information is correct or not. Then
കമ്മ്യൂണിക്കേറ്റ്സ് ദ ഇൻഫോർമേഷൻ ടു നീഡഡ് പേഴ്സൺസ്. ആവശ്യമുള്ളവർക്ക് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫോർമേഷൻ ടു ദ നീഡി പീപ്പിൾ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ട്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ടേംസ് തരുന്ന സമയത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടേംസ് ആദ്യം പഠിച്ചു പോവാം. അക്കൗണ്ടിങ്ങിൽ വരുന്ന ഓരോ ടേംസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ അതിൽ വരുന്ന ഒരു ടേം എന്ന് പറയുന്നതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? അസറ്റ്സ് ഓഫ് എ ഫേം, ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഈ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ? നമുക്ക് അസറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസിഷൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ പൊസഷൻ, ഒരു ഫേമിൻ്റെ പൊസഷൻ ആയിട്ടുള്ളത്, ഒരു ഫേമിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇത്ര അസറ്റ്സ് ഉണ്ട് എന്ന് പറയും. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബിസിനസ്. അപ്പോൾ ഈ അസറ്റ്സ് തന്നെ ഇറ്റ് മേ ബി ഫിക്സഡ് അസറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് അസറ്റും ഉണ്ട്? കറൻറ്റ് അസറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ അസറ്റ്സ് നമുക്ക് പറയാം, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് അസറ്റ്. നൗ വി ക്യാൻ സ്റ്റഡി വാട്ട് ഈസ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന സമയത്ത് ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ദേ ഹെൽപ്പ് ദ ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് ദേ ആർ നോട്ട് മെൻറ്റ് ഫോർ റീസെയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്സ്, അപ്പോൾ നമുക്ക് മെഷീനറി ഒരു ഫിക്സഡ് അസറ്റാണെന്ന് പറയാം, അതുപോലെ ഫർണിച്ചർ, ലാൻഡ് ഒക്കെ നമുക്കൊരു ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അത് നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ മെഷീനറിക്കൊക്കെ എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള അസറ്റ്സാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ബട്ട് കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് അസറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരിയഡ്. നമുക്ക് കുറച്ച് കാലത്തേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? എന്ത് അസറ്റ് എന്ന് പറയുന്നത്? കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറൻറ്റ് അസറ്റിൽ എക്സാമ്പിൾ നമുക്ക് പറയാം ക്യാഷ് ഒരു കറൻറ്റ് അസറ്റാണ്. അതുപോലെ ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കറൻറ്റ് അസറ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അസറ്റ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് അസറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഫിക്സഡ് അസറ്റ്സിൽ തന്നെ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതുപോലെ വേസ്റ്റിംഗ് അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് തന്നെയാണ് ടാഞ്ചിബിൾ അസറ്റ് ഉള്ളത്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച്, നമുക്ക് കാണാൻ പറ്റും. ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അസറ്റിനെ കാണാൻ പറ്റും, നമുക്കൊന്ന് പോയിട്ട് ടച്ച് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള അസറ്റ്സാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ മെഷീനറീസ് നമുക്ക് പോയി കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. ഫർണിച്ചർ അതും ഒരു ടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സിനെയൊക്കെയാണ് ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ബട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീ ഓർ ടച്ച്. നമുക്ക് കാണാനും പറ്റില്ല, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? ടച്ച് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് പേറ്റൻറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതുപോലെ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
സൽപ്പേരാണ് അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേര്, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടിലൂടെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പിന്നെ അടുത്തത് വരുന്നത് വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് വിച്ച് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതെന്തായിക്കൊണ്ടിരിക്കുകയാണ്, അതിന് തേയ്മാനം വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. എക്സ്ട്രാക്ഷൻ, അതിന് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ അസറ്റിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അസറ്റ്സ് ആണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സിന് എക്സാമ്പിൾ വരുന്നതാണ് മൈൻസ്, ക്വറീസ്, അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ്സ്, അതൊക്കെ വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. പിന്നെ വരുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ഉണ്ടാവില്ല, ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ്. Assets which have no real value but it's shown on the books of accounts for technical reasons. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുമ്പം അതിന് എക്സാമ്പിൾ വരുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ് അതിനൊരു എക്സാമ്പിളാണ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ചിലവുകൾ ഉണ്ടാവും അല്ലേ. പുതിയതായിട്ട് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഓരോ ചിലവുകൾ വരും. അഡ്വർടൈസ്മെൻറ്റ് നടത്താനും മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് എക്സ്പെൻസസ് വരും. അതിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് ഫിക്സഡ് അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പം അതിൽ വരുന്നത് ഏതൊക്കെയാണ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്സ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പം ഓരോന്ന് നന്നായിട്ട് മനസ്സിലായല്ലോ, അതിൻ്റെ എക്സാമ്പിളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞു, കറണ്ട് അസറ്റിന് എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ആദ്യം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അസറ്റ്സ് എന്താന്ന് പറഞ്ഞു, അസറ്റ്സ് ഏതൊക്കെ തരത്തിലാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ ഉള്ളത് ലയബിലിറ്റീസ് ആണ്. എന്താണ് ലയബിലിറ്റീസ് എന്നാണ് പറയാൻ പോകുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ക്ലെയിംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് against the business and are called creditors equity. They can be divided into two categories. അപ്പം നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല ലയബിലിറ്റീസ് അറൈസ് ചെയ്യും. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് അതൊരു ഒരു ഇൻകമാണ്. പക്ഷേ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഒക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലയബിലിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് ടൈം. പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്യേണ്ടതാണ് കറൻറ്റ് ലയബിലിറ്റി. അപ്പോൾ ഈ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പം അതിൽ ബിൽസ് പേയബിൾ, നമ്മൾ പേ ചെയ്യേണ്ട ബില്ല് അതിൽ വരും. അതുപോലെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ലയബിലിറ്റിയാണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കറൻറ്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടു ബി പെയ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളത് പേ ചെയ്യണം. അങ്ങനെയുള്ളത് കറൻറ്റ് ലയബിലിറ്റിയാണ്. ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ്. ആഫ്റ്റർ എ ലോങ് പീരിയഡ് വി നീഡ് ടു പേ. അങ്ങനെയുള്ളതാണ് ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ലയബിലിറ്റിയിൽ വരുന്നത് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോങ് ടേം ലോൺസ്, നമ്മൾ കുറേ സമയത്തേക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫിക്സഡ് ലയബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതിൻ്റെ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് അക്കൗണ്ടൻസി പഠിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും, അറിയുന്നവർക്കും കേൾക്കാം,
ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേംസ് ആയ അസറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ലാബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, ലാബിലിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങൾ മതി. ഒരുപാട് കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരു നോട്ടൊക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാം പ്രിലിംസ് എന്തായാലും നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിനും അതുപോലെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്